നീന്തൽ പരിശീലനം സമാപിച്ചു. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. സൗഹൃദവേദി അന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ അന്നൂർ ആലിൻകീഴിലെ കുളത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയായി നടത്തിവരുന്ന നീന്തൽ പരിശീലനം സമാപിച്ചു. അന്നൂരിലെ നീന്തൽ പരിശീലകൻ ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശീലനത്തിൽ 20ഓളം കുട്ടികൾ നീന്തൽ പഠനം പൂർത്തിയാക്കി. രവികൃഷ്ണൻ സ്വാഗതവും ഫൽഗുനൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ച സമാപന പരിപാടി പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് ഉദ്ഘാടനം ചെയ്ത് നീന്തൽ പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജല അപകടങ്ങളെക്കുറിച്ചും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നീന്തൽ പഠിച്ചല്ലോ നന്നായിട്ട്? ഇല്ല, നിങ്ങൾ പഠിച്ചിട്ടാ. നിങ്ങൾ നീന്തലിൻ്റെ ബാലപാഠം മാത്രമേ പഠിച്ചുള്ളൂ എന്ന് കരുതി നാളെ കുളത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകാൻ പാടില്ല. നമ്മുടെ റോഡ് അപകടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് എങ്ങനെയാണ്? മുങ്ങിമരണമാണ്. അപ്പോൾ നമ്മൾ ഈ മുങ്ങിമരണത്തിനെ കുറിച്ചിട്ട് എപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും റിപ്പോർട്ട് ചെയ്യാത്ത വാർത്തയില്ല അല്ലേ? ഡെയിലി പത്രത്തിൽ കാണുന്നില്ലേ? മുങ്ങി മരിച്ചു. അത് ഒരാളായിരിക്കില്ല, ചിലപ്പോൾ ഒരാൾ രക്ഷിക്കാൻ വേണ്ടി 2 ആൾ പോയി, 2 ആൾ 3 ആൾ മുങ്ങി മരിച്ചു. ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങളെപ്പോഴും കാണുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നീന്തൽ പഠിക്കുക. നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് പ്രാക്ടീസ് ചെയ്യണം. അതിന് നിങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. പ്രാക്ടീസ് മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ആ വരുന്ന മുതിർന്നവർ നീന്തലറിയാത്ത ആളാണെങ്കിലോ അപ്പോൾ മുതിർന്നവർ വരുമ്പോൾ അവർക്കും നീന്താൻ അറിയണം. ഒരു കാരണവശാലും ജലാശയങ്ങളിൽ ഇറങ്ങരുത്. 2 രോഗാവസ്ഥയിൽ ആൾക്കാരുണ്ട്, ഈ അപസ്മാരം പോലുള്ള രോഗങ്ങൾ. അങ്ങനെയുള്ളവർ വെള്ളത്തിൻ്റെ അരുവത്തേക്കേ പോകാൻ പാടില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ആ സ്ഫോടനം സംഭവിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് താഴത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലുള്ള അപകടങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊക്കെ നമ്മുടേതായ കാരണങ്ങൾ കൊണ്ടാണ് പലരും മുങ്ങി മരിക്കുന്നത്. മുഖ്യാതിഥിയായി പങ്കെടുത്ത ഏഷ്യാഡ് വിന്നർ നീന്തൽ താരം P. പത്മനാഭൻ പരിശീലകനായ ലക്ഷ്മണന് സംഘാടകരുടെ ഉപഹാരം സമ്മാനിച്ചു. സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം പ്രസിഡന്റ് K. രാമചന്ദ്രൻ, അശോകൻ KV എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നാരായണൻ കാമ്പ്രത്ത് നന്ദിയും പറഞ്ഞു. മധുരവിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എൻ്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ. അതിനെ എന്നെ പ്രാപ്തമാക്കിയത് ആംപിയറാണ്. സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അതിനെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.